സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. വഴിക്കടവിൽ നിന്നാണ് സുർജിത്ത് ചേരുന്നത്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കരുളായിലാണെങ്കിലും മൂത്തേടത്താണെങ്കിലും നിലമ്പൂർ ടൗണിലാണെങ്കിലും ഒക്കെ ഈ പൗരബോധത്തിന്റെ മുദ്ര ചാർത്താൻ അതിരാവിലെ തന്നെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിന്നുള്ള അവസ്ഥ എന്താണ്? രാവിലെ തന്നെ വോട്ടർമാരാരെങ്കിലും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? കൃഷ്ണ, ഞാൻ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് വഴിക്കടവിലാണ്. വഴിക്കടവ് AUP സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയാക്കി പോളിംഗ് ഓഫീസർമാരും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സജ്ജമായി തന്നെ നിൽക്കുന്നു. അതായത് കൃത്യം 7 മണിക്ക് തന്നെ വോട്ട് എടുപ്പ് തുടങ്ങും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കി. ഈ സ്കൂൾ എന്ന് പറയുന്നത് AUP സ്കൂളാണ്. AUP സ്കൂളിൽ ഇവിടെ 4 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ വോട്ടർമാർ എത്തിയിട്ടുണ്ട്. ഈ 4 ഇടങ്ങളിലും വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും ഏതാനും വിരലിടാവുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? എല്ലാ തവണയും നേരത്തെ വോട്ട് ചെയ്യാറ്? അതെ. അത് ഞാൻ ഇത് അവനെ പഠിക്കണ പോവാലോ, പിന്നെ അതിന് കാത്തിക്കണ്ടല്ലോ. എന്താ ജോലി ചെയ്യുന്നത്? കൂലിപ്പണി. നേരത്തെ തന്നെ വോട്ട് ചെയ്തിട്ട് ജോലിക്ക് പോകാൻ? അതെ അതെ അതെ. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? വഴിക്കടവ് ഇവിടെ തന്നെ, സ്റ്റേഷനാട്. നേരത്തെ വോട്ട് ചെയ്യാൻ എന്താണ് കാരണം? വോട്ട് ചെയ്ത് തന്നെ ഈ പറഞ്ഞ വയസ്സ് തന്നെ മഴൻ്റെ മുന്നേ വോട്ട് ചെയ്ത് പോകാൻ തന്നെയാണ് കൂട്ടത്തിൽ പോകുന്നത്. മഴ മാറി നിൽക്കുന്നത് നല്ലതാണ്. ആളുകൾ കൂടുതൽ പേര് എത്തുമോ അവിടെ വോട്ട് ചെയ്യാൻ? ഉറപ്പാണ്. അത് മഴക്കനുസരിച്ചൊക്കെ നിൽക്കും. മഴ പെയ്താൽ ആൾക്കാർ കുറയും, മഴ പെയ്തില്ലെങ്കിൽ ആൾക്കാരുണ്ടാവും. ID കാർഡുകളൊക്കെ എടുത്ത് സജ്ജമായി നിൽക്കുകയാണ് ആളുകളൊക്കെ. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയാക്കി സജ്ജമാണല്ലേ? അല്ല, എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. പോളിംഗിന് വോട്ടർമാരെത്തി തുടങ്ങിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും എല്ലാവരും റെഡിയാണ്, സജ്ജാണ്. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളൊക്കെ അകത്തുണ്ട്. അവരെല്ലാം തന്നെ സജ്ജമായിരിക്കുകയാണ്. നമുക്കത് കാണാനും കഴിയും. വഴിക്കടവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടവ്. നാടുകാണി ചുരം അപ്പുറം തമിഴ്നാടാണ്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ഈ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ 2 തവണയായി LDFന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ട്രെൻഡാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് അനുകൂലമായ രീതിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയിലേക്ക് കൂടി നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ ഈ വഴിക്കടവിലാണ് ആദ്യം വോട്ടെണ്ണുക. അതുകൊണ്ട് വഴിക്കടവിൽ വിജയിക്കുന്നവർ വഴിക്കടവിൽ വിജയിച്ച് ലീഡ് ഉള്ളവർ സ്വാഭാവികമായി നിയോജകമണ്ഡലം പിടിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. PV അൻവറിൻ്റെ സ്വാധീന മേഖല കൂടിയാണിത്. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശമാണ്. ഈ പന്നിക്കണിയിൽ ഷോക്കേറ്റ് ഒരു അനന്തു എന്ന് പറയുന്ന കുട്ടി, 15 വയസ്സുകാരൻ മരിച്ച സംഭവം ഈ അടുത്തിടെ ഉണ്ടായതാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു രാഷ്ട്രീയ വിവാദം, പഞ്ചായത്ത് UDF ഭരണസമിതിയാണ്. അവർ നിയോഗിച്ച സംഘപരിവാർ ബന്ധമുള്ള ഈ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് നിയമിച്ച കൃഷ്ണരാജിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഈ മേഖലയിൽ ചർച്ചയായിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കക്ഷിനില LDF 10-ഉം UDF 13-ഉമാണ്. 3 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇവിടെ പഞ്ചായത്ത് ഭരണം. UDF പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടതുമുന്നണി ഈ പഞ്ചായത്ത് നേരത്തെ ഭരിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭരണസമിതി LDF ആയിരുന്നു. അതിനു മുമ്പ് നേരത്തെ മാറി വന്ന ഒരു അനുഭവമാണ് ഉള്ളത്. 2016-ലും 2021-ലും മുൻതൂക്കം PV അൻവറിന് തന്നെയായിരുന്നു. പുഞ്ചക്കൊല്ലി, അളക്കലടക്കമുള്ള ആദിവാസി മേഖലകളുള്ള പ്രദേശമാണ്. അവിടെ എല്ലാം തന്നെ വോട്ടെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വോട്ടെടുപ്പിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. ക്രിസ്റ്റീന. വഴിക്കടവിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിയത്.